നമസ്കാരം. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിലുള്ള ഒരു സ്പെഷ്യൽ ഇഡ്ഡലിക്ക് കൂട്ടുന്ന ഒരു കുറുമ. അതിൻ്റെ പേര് സേലം സാമ്പാർ എന്നാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് 2 മീഡിയം സൈസ് വലിയ ഉള്ളി, 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി ആയിരിക്കണേ, പിന്നെ 1 മൂടി തേങ്ങ, ഒരു 5 പച്ചമുളക്, പാലക്കാടിൽ ഞങ്ങൾ പൊട്ടുകടല എന്നാണ് പറയുക, റോസ്റ്റഡ് ചെന്ന എന്നൊക്കെ പറയും അത്, പിന്നെ വെളുത്ത എള്ള്, പിന്നെ പട്ട, കരയാമ്പൂ എന്ന് പറയും, പിന്നെ ഏലക്ക. ഇത്രയും ഐറ്റംസാണ് അതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസി ഐറ്റംസ് ഉണ്ടല്ലോ, കരയാമ്പൂ, പട്ട, കാർഡമം, ഇത് നന്നായി എണ്ണയിൽ വഴറ്റുക. എണ്ണയിൽ വഴറ്റിയ ശേഷം സ്ലൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി അതിലേക്ക് ഇടുക. അത് നന്നായി മൂപ്പിക്കണം കേട്ടോ, ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഇളക്കണേ. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായി ബ്രൗണിഷായ ഉള്ളിയിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സ്ലൈസായി അരിഞ്ഞിരിക്കുന്ന തക്കാളി, അതിട്ട് നന്നായി വഴറ്റണം. അപ്പോൾ തക്കാളിയും വലിയുള്ളിയും നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ആവശ്യമായ സാധനങ്ങൾ, കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ അതിലേക്ക് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ശക്തിയുടെ മുളക് പൊടിയാണ്, അത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു അരപ്പ് അരച്ചൊഴിക്കും, അതിൽ പച്ചമുളക് ഉള്ളത് കൊണ്ട് ഇതിൽ 1 സ്പൂൺ മുളക് പൊടി മതി. അത് നന്നായി വഴറ്റിയ ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണേ. വെള്ളമൊഴിച്ച് അത് നന്നായി തിളയ്ക്കാൻ വെക്കണം. ഇതിൽ ഞങ്ങൾ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത്യാവശ്യം നന്നായി തിളയ്ക്കണം. ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അത് പോകുന്നത് വരെ നമ്മൾ ഇത് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്തു വെച്ച 1 മൂടി തേങ്ങ, 5 പച്ചമുളക്, കുറച്ച് പൊട്ടുകടല, പിന്നെ വെള്ള എള്ള്, നമുക്ക് ഇതും ആഡ് ചെയ്യാം, കാഷ്യൂനട്ടും ആഡ് ചെയ്യാം. ഒരു 4 എണ്ണം വെച്ച് അരയ്ക്കണം. അത് നമ്മൾ ചട്നിക്ക് അരയ്ക്കുന്നത് പോലെ ആയിരിക്കണം അരയ്ക്കേണ്ടത്. ആ ഒരു പരുവത്തിൽ അരച്ച ശേഷം ഈ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഇതിലോട്ട് നമ്മൾ ഈ അരപ്പ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റവ് ഒന്ന് സിമ്മാക്കി വെക്കണം. ഈ അരപ്പ് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് സൈഡ് ഇതാവുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യണം. ഗ്രേവി നിങ്ങൾക്ക് കട്ടിയാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് വെള്ളയാക്കിയാലും കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ കുറച്ച് കട്ടി കുറവാണ്, അതുകൊണ്ട് ഈ ഒരു പരുവായിരിക്കണം. ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ്. അങ്ങനെ നമ്മളുടെ സേലം സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം, കൊത്തമല്ലി ഇടാം കേട്ടോ. സൈഡ് ചെറുതായി തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടു സ്റ്റവ് ഓഫ് ചെയ്യുക. ഫുള്ളായി തിളയ്ക്കാൻ വിടാൻ പാടില്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. മല്ലിയില എത്ര ഇടുന്നോ അത്രയും അതിന് ഫ്ലേവർ കൂടും. അങ്ങനെ നമ്മുടെ സേലം സാമ്പാർ റെഡിയായി. ഇഡ്ഡലിയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. ഓക്കെ ദെൻ, താങ്ക്സ്.